നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുനബിയുടെ പിറവി കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബിയുൽ അവൽ ആഘോഷമാക്കി ഇസ്ലാം വിശ്വാസികൾ. മതസൗഹാർദ്ദത്തിൻ്റെയും മാനവികതയുടെ ധർമ്മസ്മരണകളോടെയും വിശ്വാസികൾ മീലാദുന്നബി ആഘോഷത്തിലാണ്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി മഹലുകളുടെയും മദ്രസകളുടെയും ആഭിമുഖ്യത്തിൽ റാലി ഉൾപ്പെടെ വിപുലമായ പരിപാടികളാണ് നടക്കുന്നത്. നബിദിനത്തിന്റെ ഭാഗമായി മാസപ്പിറവി കണ്ട നാൾ മുതൽ മദ്രസകളിലും പള്ളികളിലും മൗലിദ് പാരായണം, പ്രാർത്ഥനാ സദസ്സ്, മതപ്രഭാഷണ പരമ്പര എന്നിവയും നടന്നുവരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും നബിദിനാഘോഷം. പട്ടാമ്പി ടൗണിലും നബിദിനാഘോഷ പരിപാടികൾ വർണ്ണാഭമായി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് നാടെങ്ങും നബിദിന റാലികൾ സംഘടിപ്പിച്ചത്. വിവിധ മദ്രസകളുടെയും മറ്റും നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. പട്ടാമ്പിൽ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നബിദിന റാലി നടത്തിയത്. മേലെ പട്ടാമ്പിൽ നിന്നും ആരംഭിച്ച റാലി നൂറുകണക്കിന് മദ്രസാ വിദ്യാർത്ഥികളും നാട്ടുകാരും അണിനിരന്നു. വർണ്ണക്കൊടികൾ എന്തിയായിരുന്നു വിദ്യാർത്ഥികൾ ദഫ്മുട്ട് ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ അണിനിരത്തുകൊണ്ട് റാലിയിൽ പങ്കാളികളായത്. ജനകൊടിയടങ്കലും ഉടയോടടുക്കും ലക്ഷ്യം പൊരുത്തത്തിലൊരുങ്ങിക്കൊണ്ടിജപൊതി നടക്കും. ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനൊത്തുരസിച്ച് പതിമക്ക് തടുത്തിടുന്നേ റബ്ബിൽ ഉതിബൈത്ത് നടത്തിടുന്നേ കൽവിൽ പെരുത്ത മഹബത്തോടെ ഒരുത്തനെ തേടി ഗുണപൂന്താനേ. റാലിയിൽ അണിനിരുന്ന എല്ലാവർക്കും കാണികൾക്കും പട്ടാമ്പി മത്സ്യമാർക്കറ്റിലെ തൊഴിലാളികൾ ഭക്ഷണവും വെള്ളവും നൽകി. തുടർന്ന് റാലി പള്ളിപ്പുറ റോഡിൽ സമാപിച്ചു. തുടർന്ന് പള്ളിപ്പുറ റോഡിൽ നടന്ന സമാപന പരിപാടി വില്ലേജ് ജുമാ മസ്ജിദ് ഖത്തീബ് സൈദലവി ഫൈസി ഉദ്ഘാടനം ചെയ്തു. 1499 ജന്മദിനം ആഘോഷിക്കുന്ന മഹത്തായ ഒരു വേളയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആ നബിദിന ഘോഷയാത്രയും അതുമായി ബന്ധപ്പെട്ട പരിപാടികളുടെ സമാപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഓരോ വർഷവും ജന്മദിനം ആഘോഷിക്കുമ്പോൾ നാം കാര്യമായി ലക്ഷ്യമാക്കുന്നത് അവിടുന്ന് പഠിപ്പിച്ചു തന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ നിലക്കും അതിരിട്ട് സ്നേഹിക്കുകയും ചെയ്യുക, അതിനൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ്. അൽഹംദുലില്ലാഹ്, പട്ടാമ്പി ഏരിയയിൽ നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ 40 വർഷത്തോളമായി ഈ സംയുക്തമായ നബിദിന റാലി നടത്തുകയാണ്. മഹല്ല ഭാരവാഹികളും മദ്രസ ഭാരവാഹികളും ഉസ്താദുമാരും വിദ്യാർത്ഥികളും അണിനിരക്കുന്ന വലിയൊരു സംഘം തന്നെ വർഷങ്ങളായി നടക്കുകയും അതിനു വേണ്ടുന്ന സർവ്വ സൗകര്യങ്ങളും ഒരുക്കുന്ന ഈ പട്ടാമ്പി മത്സ്യ മാർക്കറ്റ് തൊഴിലാളികൾ അവർക്ക് വർഷങ്ങളായി ഈ കാര്യങ്ങൾ അത് ജാതി മതഭേദമന്യേ എൻ സൈദലവി മുസ്ലിയാർ അധ്യക്ഷനായിരുന്നു. മതപണ്ഡിതർ, മഹൽ കമ്മിറ്റി ഭാരവാഹികൾ, മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വല്ലപ്പുഴ കുറുവട്ടൂരിൽ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് നബിദിനാഘോഷം. നബിദിന റാലിക്ക് കുറുവട്ടൂർ ശിവക്ഷേത്രം കമ്മിറ്റി സ്വീകരണമൊരുക്കി.
കുറുവട്ടൂരിൽ നബിദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്ന നബിദിന റാലിക്കാണ് വല്ലപ്പുഴ കുറുവട്ടൂർ ശിവക്ഷേത്രാങ്കണത്തിൽ സ്വീകരണം ഒരുക്കിയത്. വിവിധ മദ്രസാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലെത്തിയ നബിദിന ഘോഷയാത്രയ്ക്കായിരുന്നു ക്ഷേത്ര കമ്മിറ്റിയുടെ വക സ്വീകരണം. പാനീയങ്ങളും പായസവും നൽകി കുട്ടികളെയും മറ്റും സ്വീകരിച്ചു. കുട്ടികളുടെ ദഫ് കളിയും കോൽക്കളിയും ഫ്ലവർ ഷോയുമെല്ലാം ക്ഷേത്രാങ്കണത്തിൽ മതമേത്രിയുടെ സന്ദേശം വിളിച്ചോതിക്കൊണ്ടായിരുന്നു അരങ്ങേറിയത്. പൊന്നാടണിയിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം ഒരു ഉപഹാരം നൽകുകയും ചെയ്യുന്നുണ്ട്. അനുമോദിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ ഈ കുറുവട്ടൂർ കണയം മദ്രസയും അതുപോലെ തന്നെ കക്കോട് മദ്രസയിലെയും കുട്ടികളും രക്ഷിതാക്കളും നബിദിന ഘോഷയാത്രയുമായി കുറുവട്ടൂർ ശിവക്ഷേത്ര അങ്കണത്തിലെത്താറുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്നേഹ സൽക്കാരം കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ നൽകി വരികയാണ്. നമ്മുടെ നാടിന്റെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഐക്യത്തിന്റെ ഒരുമയുടെ പ്രതീകമാണ് ക്ഷേത്രാങ്കണങ്ങളും അതുപോലെ തന്നെ പള്ളികളും. ആ ക്ഷേത്രാങ്കണത്തിൽ കഴിഞ്ഞ ഒരു 10-15 ദിവസം മുന്നേ ഇവിടെ ഒരു ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഇവിടെ വരികയുണ്ടായി. അവർക്കാവശ്യമായ സൽക്കാരങ്ങൾ നൽകുകയുണ്ടായി. അതേപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും ഒരു പായസ വിതരണം അതുപോലെ തന്നെയുള്ള സൽക്കാരങ്ങളൊക്കെ നടക്കുകയുണ്ടായി. ഇതൊക്കെ തന്നെ നാം വരും തലമുറയ്ക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ തന്നെ മതേതരത്വത്തിന്റെ ഒരുമയുടെ കൂട്ടായ്മയുടെ ഒരു സന്ദേശമാണ്. വിളയൂർ മാങ്കുറ്റി പാടശേഖരത്തിൽ ഇറക്കിയ ഒന്നാം വിള നെൽകൃഷിയിലെ വിളവെടുപ്പ് തുടങ്ങി. 7 ഏക്കറിലാണ് ഇവിടെ ഒന്നാം വിള നെൽകൃഷി നടപ്പാക്കിയത്. ഏറെക്കാലത്തിനു ശേഷമാണ് ഇവിടെ ഒന്നാം വിള നടപ്പാക്കുന്നത്. പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് വിളയൂർ മാങ്കുറ്റി പാടശേഖരത്തിൽ ഇത്തവണ ഒന്നാം വിള നെൽകൃഷി നടപ്പാക്കിയത്. 37 ഏക്കറിൽ വരുന്ന പാടശേഖരത്തെ 7 ഏക്കറിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്നാം വിള കൃഷി ഇറക്കിയത്. ഇതിന്റെ വിളവെടുപ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. പന്നിശല്യവും കാലാവസ്ഥാ പ്രശ്നങ്ങളുമെല്ലാം മറികടന്ന് മികച്ച വിളവ് ലഭിച്ചുവെന്നാണ് കർഷകൻ കെ രാജേഷ് പറഞ്ഞത്. കർഷകരായ രാജേഷ്, മണികണ്ഠൻ, ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്നാം വിള നെൽകൃഷി ഇറക്കിയത്. ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് ഒരു 34 ഏക്കറോളം സ്ഥലമുണ്ട്. അതിലിപ്പോൾ ഞങ്ങളൊരു 3 ആൾ കൂടിയിട്ടാണ് ഒരു ഒന്നാം വിള ഇറക്കി നോക്കിയത്. പന്നിശല്യം, മയില്, പിന്നെ അടുത്തുള്ള കൃഷിക്കാരുടെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ, അതൊക്കെ കാരണം നമുക്ക് കൃഷി ചെയ്യാൻ കഴിയണില്ല. അപ്പം എന്നാലും നമ്മളൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു ഒന്നാം വിള എടുത്താണ്. പിന്നെ പ്രകൃതിയുടെ ഒരു ഇതുകൊണ്ട് വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ മഴയ്ക്കാണെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചറിനാണ് നമുക്ക്, കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അതിനെ പറ്റിയ ഷെഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ കെട്ടിവെച്ച് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് അതിനുള്ള ഒരു സൗകര്യങ്ങൾ വളരെ കുറവാണ് ഇവിടുത്തെ കാര്യത്തിൽ. നെല്ല് കൊണ്ടിടാനോ അല്ലെങ്കിൽ അത് ഉണക്കി പെട്ടെന്ന് സപ്ലൊക്കെ എടുക്കാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വളരെ പിന്നിക്കാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒന്നാം വിള നടക്കുന്നത്. കുറേ കാലമായിട്ട് ഈ പാടത്ത് ഒന്നാം വിള എടുത്തിട്ടില്ല. അപ്പം ഞാനാണ് ആദ്യം തുടക്കം കുറിച്ച് വെച്ചത്. കുഴപ്പമൊന്നുമില്ല, നെല്ലൊക്കെ ഉണ്ടാവുന്നുണ്ട്. കുറച്ച് പൂട്ടൂത്ത് കയറി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ ഇതിൽ. പക്ഷേ സംഭവമൊക്കെ നല്ല നെല്ലൊക്കെ തന്നെയാണ്. പിന്നെ ഈ കുരുവികൾ, തത്തകൾ അവരൊക്കെ കഴിച്ചിട്ട് ബാക്കി വേണം നമുക്ക് കിട്ടാൻ. ജ്യോതി നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. മഴ വിട്ടുനിന്ന സാഹചര്യത്തിലാണ് തൃശ്ശൂരിൽ നിന്നും എത്തിച്ച കൊയ്ത്തുമതി യന്ത്രം ഉപയോഗിച്ച് വിളവെടുപ്പ് തുടങ്ങിയിരിക്കുന്നത്. ഒരു മണിക്കൂറിന് 2400 രൂപയാണ് ഇതിനായി വാങ്ങുന്നത്. പാടശേഖരത്തിലെ 37 ഏക്കറിൽ രണ്ടാം വിള നെൽകൃഷിക്കുള്ള പ്രവൃത്തികളും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. തൊഴിലാളികളെ കിട്ടാനില്ലാത്തത് തന്നെയാണ് ഇവിടുത്തെയും പ്രധാന പ്രശ്നം. ജലസേചനത്തിന് ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ ഇല്ലാത്തതും കർഷകർ അലട്ടുന്നുണ്ട്. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ സ്ഥാപിച്ച വാട്ടർ അതോറിറ്റിയുടെ പൊതു ടാപ്പ് പൊട്ടി വെള്ളം പോകുന്നത് ഒഴിവാക്കാനായി ടാപ്പ് മാറ്റുന്നതിനു പകരം എന്നേക്കുമായി ടാപ്പ് അടച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഒരാഴ്ച മുമ്പാണ് ജംഗ്ഷനിലെ പൈപ്പ് വാഹനമിടിച്ച് തകർന്നത്. വെള്ളം പാഴായി പോകുന്നതായി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ജീവനക്കാരെത്തി ടാപ്പ് ശരിയാക്കുന്നതിനു പകരം പൂർണ്ണമായി അടയ്ക്കുകയായിരുന്നു. ഇതാണ് ഗ്രാമത്തിന് ദുരിതമായത്. ഗുരുവായൂർ പാവറട്ടി ശുദ്ധജല വിതരണ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് കൂറ്റനാട് പള്ളി, ഖദീജ മൻസിൽ, ചാലിശ്ശേരി മെയിൻ റോഡ് എന്നിവിടങ്ങളിലായി 3 ടാപ്പുകൾ അനുവദിച്ചിരുന്നു. അക്കാലത്ത് സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയാണ് അനുവദിച്ചത് എന്നത് ചരിത്രമായിരുന്നു. വെള്ളിയാങ്കല്ല് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന സമയത്ത് ചാലിശ്ശേരി പ്രദേശവാസികൾ കിലോമീറ്ററുകളോളം വന്ന് വെള്ളം കൊണ്ടുപോയിരുന്നത് ഈ പൊതു പൈപ്പിൽ നിന്നാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്ഥലം മെമ്പർ VS ശിവാസ് വാട്ടർ അതോറിറ്റി ഓഫീസുമായി ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരമാണ് ടാപ്പ് അടച്ചത് എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. തുടർന്ന് AEയെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ
ടാപ്പ് അടയ്ക്കാനാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശമെന്നാണ് അറിയിച്ചത്. ഉടൻ ഗുരുവായൂർ, തൃശൂർ ഓഫീസുകളിലും വിളിച്ചപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് വലിയ ധാരണയില്ലെന്നും അന്വേഷിച്ച് വിവരം പറയാമെന്നുമുള്ള മറുപടി കിട്ടി. 24 മണിക്കൂറും സുലഭമായി വെള്ളം ലഭിക്കുന്ന പൊതു ടാപ്പ് പ്രദേശത്തെ ചുമട്ടുതൊഴിലാളികൾ, വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകൾ, വഴിയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ആശ്രയിച്ചിരുന്നു. സംഭവം അറിഞ്ഞ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം മെമ്പർ VS ശിവാസ് കൂറ്റനാട് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് രേഖാമൂലം പരാതി നൽകി. പെരുമണ്ണൂർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. പെരുമണ്ണൂർ മഹല്ല് പ്രസിഡന്റ് P ഷാജി പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് ഫൈസൽ സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്നു നടന്ന റാലിക്ക് ദഫ് സംഘങ്ങൾ, ഫ്ലവർ ഷോ എന്നിവ അകമ്പടിയേകി. തുടർന്ന് സമൂഹ പ്രാർത്ഥനയും മധുര വിതരണവും നേർച്ചഭക്ഷണ വിതരണവും നടന്നു. തളി ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. ഹയാത്തുൽ ഇസ്ലാം മദ്രസ, കൊറ്റുപുറം, നടുവട്ടം, രാമഞ്ചിറ, കടുകശ്ശേരി, തളി, മുക്കിലപ്പിടിക തുടങ്ങിയ കമ്മിറ്റികളുടെ നബിദിന റാലിയും ദഫ്മുട്ടും കലാപരിപാടികളുമുണ്ടായി. നിരവധി പേർ പങ്കെടുത്തു. ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈൽ നുസ്രത്തുൽ ഇസ്ലാം മദ്രസ മസ്ജിദിൽ നബിദിനാഘോഷം നടന്നു. പള്ളി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജി പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് ഹംസ ഹാജി പുറകോട്ടിൽ അധ്യക്ഷത വഹിച്ചു. പള്ളി ഖത്തീബ് അബ്ദുറഹ്മാൻ അസ്ഹരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഹക്കീം സഖാഫി നബിദിന സന്ദേശം നൽകി. അഷ്റഫ് A ലത്തീഫി, ട്രഷറർ അബൂബക്കർ സിദ്ദിഖ്, മറ്റ് കമ്മിറ്റി ഭാരവാഹികളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ നേതൃത്വത്തിൽ ദഫ്മുട്ട്, പാട്ടുകളുടെയും നിരവധി വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടി പള്ളിയിൽ നിന്ന് തുടങ്ങിയ റാലി പൈങ്കുളം സ്കൂൾ പരിസരത്തെത്തി തിരിച്ച് പള്ളിയിൽ സമാപിച്ചു. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കറുകപുത്തൂർ ചാലാച്ചിക്കര നൂറിയ മദ്രസയിൽ നബിദിനം ആഘോഷിച്ചു. മഹല്ല് ഖത്തീബ് ബഷീർ സഖാഫിയുടെ നേതൃത്വത്തിൽ മഹല്ല് പ്രസിഡന്റ് മാനു PP പതാക ഉയർത്തി. സെക്രട്ടറി ആലിക്കുട്ടി, ട്രഷറർ ബക്കർ MK, അലവി ഉസ്താദ്, കമ്മിറ്റി ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട്, വർണ്ണപ്പകിട്ടാർന്ന ഫ്ലവർ ഷോയും ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പെരുമണ്ണൂർ സെന്ററിൽ വെച്ചു നടന്ന ആഘോഷ പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു. വടംവലി, കസേരകളി, ബലൂൺ പൊട്ടിക്കൽ തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു. വാർഡ് മെമ്പർ സരിത വിജയൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് വിഷ്ണു, സെക്രട്ടറി റാഷി, ട്രഷറർ റാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. മത്സരങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.